തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നും ഉത്ഭവിച്ച് കൽപ്പാത്തിയും ചെറുതുരുത്തിയും പട്ടാമ്പിയും മാമാങ്കത്തിന്റെ ചരിത്രമുറങ്ങുന്ന തിരുനാവായിയും പിന്നിട്ട് ചമ്രവട്ടത്തിലൂടെ പൊന്നാനിയുടെ മടിത്തട്ടിലേക്ക് ഒഴുകുന്നു ഈ പുഴ. 250 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിൽ അലിയുമ്പോൾ ലക്ഷോപലക്ഷങ്ങൾക്ക് ജീവജലവും അന്നവും നൽകി ഭാരതപ്പുഴ. എന്നാൽ ഇന്നതിൻ്റെ ഒഴുക്ക് നിലച്ചിരിക്കുന്നു. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇതേ ഭാരതപ്പുഴയിൽ ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ വരെ കാണാൻ പറ്റും. ഒരു പുൽക്കൊടി ഉണ്ടായിരുന്നില്ല. കാടെന്ന് പറയാല്ല, കാടന്നെ, ശരിക്കും കാടന്നെ. മറ്റൊന്ന് വെറും ഇങ്ങനെ തരിശായിട്ട് കിടന്നിരുന്ന ഭൂമിയാണ്, മണലൊക്കെ ആയിട്ട്. ഒക്കെ കാടായി. ഒരാൾക്കൊന്നും ഒറ്റയ്ക്കൊന്നും അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല. നായ്ക്കളും പാമ്പുകളും എല്ലാ വക സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ ഗുരുതരമായ മലിനീകരണം പുഴയുടെ ആവാസ വ്യവസ്ഥയെ തകർത്തു. മണലെടുപ്പ് മൂലം ഗർത്തങ്ങളായും പൊന്തക്കാടുകളായും പുഴ പരിണമിച്ചു. പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളിലേക്കും കൈത്തോടുകളിലേക്കും ചുരുങ്ങി ഭാരതപ്പുഴ. ഈ നില തുടർന്നാൽ ഒരു മണൽ വഴി പോലും ഉണ്ടാകില്ല ഈ പുഴയുടെ സാക്ഷ്യമായി. ക്യാമറമാൻ ഷെഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.